എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ SHO പ്രതാപ് ചന്ദ്രനൊപ്പം യുവതിയെ മർദ്ദിച്ച മറ്റു പോലീസുകാർക്കെതിരെയും നടപടിയില്ല. പ്രതാപ് ചന്ദ്രന് പിന്നാലെ മറ്റൊരു വനിതാ പോലീസും യുവതിയെ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവർക്കെതിരെയും നടപടി വേണമെന്നാണ് മർദ്ദനമേറ്റ ഷൈമോളുടെ ആവശ്യം. ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം. ഷാബാസ് അഹമ്മദ്, ഗുഡ് ഈവനിംഗ്. ഒപ്പമുണ്ടായിരുന്നവരുമുണ്ട്, അവരെയും തൊടുന്നില്ലേ അപ്പോൾ? ഗുഡ് ഈവനിംഗ് സുജിയ. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ SHO ആയ പ്രതാപ് ചന്ദ്രൻ ഈ ഗർഭിണിയായ യുവതിയെ മർദ്ദിക്കുന്ന, മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളേവരും കണ്ടതാണ്. ആ ദൃശ്യങ്ങളിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രതാപ് ചന്ദ്രൻ ഈ ഗർഭിണിയായ ഷൈമോളെ അടിച്ച ശേഷം മറ്റൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കൂടി ഇവരെ മർദ്ദിക്കുന്നുണ്ട്, ഇവരെ മുഖത്തടിക്കുന്നുണ്ട്. അവർക്കെതിരെ യാതൊരു നടപടിയെടുക്കാനും ഇതുവരെ തീരുമാനമായിട്ടില്ല. അത്തരത്തിലൊരു നീക്കം നടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രതാപ് ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു, അന്വേഷണം നടക്കുന്നു. ഏത് തരത്തിലുള്ള നടപടിയാണ് പിന്നീട് ഉണ്ടാകേണ്ടെന്ന കാര്യം ആലോചിക്കുന്നു. ചിലപ്പോൾ പിരിച്ചുവിട്ടേക്കാം. അത്തരത്തിൽ പ്രതാപ് ചന്ദ്രനെതിരെയുള്ള നടപടിക്ക് നീക്കം നടക്കുമ്പോഴും ഇവർക്കൊപ്പം ഈ യുവതിയെ മർദ്ദിച്ച വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന കാര്യമാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ഒപ്പം ഷൈമോൾ ഇക്കാര്യത്തിൽ നിയമ പോരാട്ടം തുടരുന്നുണ്ട്. ഇവർക്കെതിരെയും ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നാണ് ഷൈമോളുടെ ആവശ്യം. ഒപ്പം മറ്റൊരു കാര്യം, ഈ പ്രതാപ് ചന്ദ്രൻ ഈ ഗർഭിണിയായ യുവതി എത്ര ക്രൂരമായി മുഖത്തടിക്കുന്നത് കണ്ടിട്ടും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ ആരും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അക്കാര്യം മേൽ പോലീസുകാരോട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർക്കെതിരെയും നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അവരത് റിപ്പോർട്ട് ചെയ്യാത്തത് വലിയ വീഴ്ചയായിട്ടാണ് ഈ വകുപ്പും കണക്കാക്കുന്നത്. അത്തരത്തിൽ ഇവർക്കെല്ലാവർക്കെതിരെയും നടപടി ഉണ്ടായാൽ മാത്രമാണ് ഇക്കാര്യത്തിൽ തനിക്ക് പൂർണ്ണമായ നീതി ലഭിക്കൂ എന്നതാണ് ഷൈമോളുടെ ആവശ്യം. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ഷാബാസ് അഹമ്മദാണ്.